ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഓഡിറ്റിങ്ങിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഓഡിറ്റിങ് വന്നതെന്നുള്ളതും എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ ഉത്ഭവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹിസ്റ്ററികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയും സൂചിപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിൽ ഓഡിറ്റിങ്ങിന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു ബിസിനസ്സുകളെല്ലാം. പിന്നെ ബിസിനസ് ഡെവലപ്പ് ആവൽ തുടങ്ങി, ബിസിനസ്സിൻ്റെ ടേംസും ഡെവലപ്പ് ആവൽ തുടങ്ങി. അതിനുശേഷം പാർട്ണർഷിപ്പ് വന്നു, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വന്നു, കമ്പനി ആക്റ്റുകൾ നിലവിൽ വന്നു, ഇൻകം ടാക്സ് ആക്ട് വന്നു. അതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഓഡിറ്റിങ് ഏകദേശം കമ്പനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെല്ലാം കമ്പൽസറി ആക്കി മാറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്, അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കുന്നത്. ഓഡിറ്റിങ്ങിന് മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നും, രണ്ടാമത്തെ സബ്സിഡിയറി ഒബ്ജക്റ്റീവ് എന്നും, മൂന്നാമത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഈ 3 ആണുള്ളത്. കോമൺ ആയിട്ട് പറയൽ പ്രൈമറി ഒബ്ജക്റ്റീവും സബ്സിഡിയറി ഒബ്ജക്റ്റീവാണ് പറയാറ്. അപ്പോൾ നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. പിന്നെ ആദ്യം നമ്മൾ പ്രൈമറി നോക്കാം, പിന്നെ സെക്കൻഡറി നോക്കാം. ഓരോ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? The main objective of auditing is to verify the accounts and records and to report to the owners of the business whether the profit and loss account and the balance sheet have been properly drawn up according to the requirement of law and whether they exhibit a true and fair view of profit and the financial position of the business. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിക്ക് ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫൈനാൻഷ്യൽ ഡാറ്റാസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ടാവും. ഇതൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ഓഡിറ്റിങ് സാധാരണയായിട്ട് നടത്തുന്ന ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ പഠിക്കും. കോമൺ ആയിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഓഡിറ്റിങ് കണ്ടക്ട് ചെയ്യപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ തന്നെ നടത്താൻ നിർബന്ധമില്ല, അത് ഞാൻ പറഞ്ഞത് ഭാവിയിൽ നമ്മൾ പറയും. ഇപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ, ഫൈനാൻഷ്യൽ ഇയർ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, April 1 മുതൽ March 31 വരെയാണ് ഫൈനാൻഷ്യൽ ഇയർ. അതിൻ്റെ ശേഷം നമ്മളെ കമ്പനിയിലെ അക്കൗണ്ടന്മാർ നമ്മളെ കമ്പനിക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും. നമ്മൾ പ്രോഫിറ്റ് എത്രയുണ്ട്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യും. അതിന് ശേഷം ഇവർ ഫൈനൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന് എത്രത്തോളം അക്യുറസി ഉണ്ട്, അല്ലെങ്കിൽ അതിന് ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്ന്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓഡിറ്റിങ് നടത്തുന്നത്. ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ നമ്മളെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫും ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിങ് നടത്തുന്നത്. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക, അതിൻ്റെ ശേഷം വാല്യൂ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ആ ഓണേഴ്സിനെ അറിയിക്കുക എത്രത്തോളം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രോപ്പറായിട്ട് ആസ് പെർ ലോ പ്രകാരമാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇനി ആ പ്രൈമറി ഒബ്ജക്റ്റീവ് അവർ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഈ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർ നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഓഡിറ്റേഴ്സ് നോക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. To ensure that the primary objective of audit is achieved, an auditor must, ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഓഡിറ്റർ വ്യക്തമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ ആദ്യം ഓഡിറ്റർ നോക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ എക്സാമിൻ ദ ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ചെക്ക്.
ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിലെ പ്രിപ്പറേഷനാണ്. അക്കൗണ്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക. അത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഡിറ്റേഴ്സ് നോക്കുക. രണ്ടാമത് അവർ മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വെരിഫൈ വെദർ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആസ് റിക്വയർഡ് ബൈ ലോ ആർ കെപ്റ്റ്. നമ്മുടെ നിയമപ്രകാരമാണോ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കമ്പനിയിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് വെരിഫൈ ചെയ്യുന്നത്. രണ്ടാമത്. മൂന്നാമത് വെരിഫൈ ചെയ്യുന്നത് വെരിഫൈ വെദർ ദ പ്രോപ്പർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ്. നമ്മളെ കമ്പനിയിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ആസ് പെർ ദ ലോ, അക്കൗണ്ടിങ് ലോ പ്രകാരമാണോ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കമ്പനിയിലെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് സൂക്ഷിച്ചിട്ടുള്ളത് നോക്കുക. അതായത് നമ്മൾ ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപ്രകാരമാണോ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. നാലാമത് അവർ ചെക്ക് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ചെക്ക് ദ അരിത്മെറ്റിക്കൽ അക്യുറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അരിത്മെറ്റിക് അക്യുറസി എത്രത്തോളം മാത്തമാറ്റിക്കൽ കറക്റ്റ് ഉണ്ട് നോക്കുക. അതൊക്കെ വെരിഫൈ ചെയ്യും. അതായത് കറക്റ്റായിട്ട് എമൗണ്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ നോക്കും. പിന്നെ അവർ വെരിഫൈ ചെയ്യുന്നത്, അഞ്ചാമത് വെരിഫൈ ചെയ്യുന്നത് വെരിഫൈ ദ ഒതൻറ്റിസിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. എത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ്, അതുപോലെ അതിൻ്റെ വാലിഡിറ്റി നോക്കും. വാലിഡിറ്റി നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ വെരിഫൈ ചെയ്യുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2021 മാർച്ചിന് ശേഷമാണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 2020 ഏപ്രിൽ മുതൽ 2021 മാർച്ച് 31 വരെയുള്ള കാലയളവിലായിരിക്കണം നടന്നിരിക്കുക. അതിന് മുമ്പ് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാറ്റാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ വരുന്നതല്ല. അപ്പോൾ അത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യും. നെക്സ്റ്റ് വെരിഫൈ ചെയ്യുന്നത് കൺഫേം ദ എക്സിസ്റ്റൻസ് ആൻഡ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ബൈ ഫിസിക്കൽ വെരിഫിക്കേഷൻ. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്താ പറയുക, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ അസറ്റുകൾ കിടക്കുന്നു, നമുക്ക് ഇത്ര വണ്ടി കാര്യങ്ങൾ ഒക്കെ അസറ്റുകൾ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഒരു വണ്ടിയുണ്ട്, ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ട്. ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതും. അപ്പോൾ അത് അസറ്റാണ് നമ്മളെ കമ്പനിയെ സംബന്ധിച്ച്. അപ്പോൾ ആ അസറ്റ് അത് യഥാർത്ഥ ബൈക്ക് തന്നെയാണോ കമ്പനിയിലുള്ളതെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കിനൊക്കെ യുണീക്കായിട്ടുള്ള ഒരു കോഡുണ്ട്. കോഡ് എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ചേസിസ് നമ്പർ എന്ന് പറയും. ഒരു വണ്ടീൻ്റെ ചേസിസ് നമ്പർ ഒരിക്കലും മറ്റൊരു വണ്ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് വെരിഫൈ ചെയ്യുമ്പോൾ മനസ്സിലാവും കമ്പനിക്ക് ഇത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത അവർ വെരിഫൈ ചെയ്യുന്നത് എന്താണ്, ഫൈൻഡ് ഔട്ട് വെദർ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രോപ്പർലി ഡ്രോൺ ഔട്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. അതിനുശേഷം റിപ്പോർട്ട്, അതിനുശേഷം അവർ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് വെദർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് gives a true and fair view of profit of loss for the year and the balance sheet given the true and fair view of the financial position of the business at the end of the financial year. End of the financial year ഇവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യും. ആദ്യം പറഞ്ഞിട്ടുള്ള ബില്ല്, ഇൻവോയ്സ്, വൗച്ചറുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതെല്ലാം അത് വെരിഫൈ ചെയ്യും. അസറ്റുകളും ലയബിലിറ്റീസിൻ്റെ എല്ലാം ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. അതിൻ്റെ ശേഷമാണ് ഇവരെന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രത്തോളം ശരിയാണ് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒബ്ജക്റ്റീവ്സ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുക. പ്രൈമറി ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഒന്നുകൂടി പറയുകയാണ്. ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളെ കമ്പനിയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എത്രത്തോളം അക്യുറസി ഉണ്ട്, ട്രൂ ആൻഡ് ഫെയർ ആണ് എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സൊക്കെ പോവാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി ഒബ്ജക്റ്റീവാണ്. സബ്സിഡിയറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിങ്, അതിൽ തന്നെ 2 ടൈപ്പ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സബ്സിഡിയറി ടൈപ്പ് ഓഫ് ഓഡിറ്റിങ്ങിൽ 2 ഉണ്ട്. അതിൽ ഒന്നാമത്താണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. രണ്ടാമത്തത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്. എറർ എന്താണ്, ഫ്രോഡ് എന്താണ്,
എറർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ആണ്. അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കില്ല, അതായത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല എറർ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന എറേഴ്സ് ഉണ്ട്. നമ്മൾ പറയും ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരാണ്. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് മൂടി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന രൂപമാണെന്ത് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സബ്സിഡിയറി ഒബ്ജക്റ്റീവ് എന്താണെന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. ഈ രണ്ട് കാര്യങ്ങൾ എററും ഫ്രോഡും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കുക. ഈ കാര്യങ്ങളാണ് സബ്സിഡിയറി ഒബ്ജക്റ്റീവ് ഉള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സിഡിയറി ഒബ്ജക്റ്റീവിലെ ഫസ്റ്റത്തെ സെക്ഷൻ മാത്രമാണ്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എറർ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ എറർ എന്ന് പറഞ്ഞാൽ മേജറായിട്ട് രണ്ട് ടൈപ്പ് എറേഴ്സാണുള്ളത്. ഒന്നാമത്തെ എറർ ക്ലറിക്കൽ എറർ എന്ന് പറയും, രണ്ടാമത്തേത് ടെക്നിക്കൽ എറർ എന്ന് പറയും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിന് രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈമറി ഒബ്ജക്റ്റീവും സബ്സിഡിയറി ഒബ്ജക്റ്റീവും. ഈ സബ്സിഡിയറി ഒബ്ജക്റ്റീവിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഒന്നാമത്താണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ, രണ്ടാമത്തെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ടൈപ്പ് എററുകളാണ് ഉള്ളത്. എറർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ക്ലറിക്കൽ എററും ഉണ്ട്, അതുപോലെ ടെക്നിക്കൽ എററും ഉണ്ട്. ആദ്യമായിട്ട് ക്ലറിക്കൽ എറർ എന്താ മനസ്സിലാക്കാം. ക്ലറിക്കൽ എററിൽ മൂന്ന് ടൈപ്പ് എറേഴ്സ് സംഭവിക്കും. ഒന്ന് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയും, രണ്ടാമത്തത് കോമ്പൻസേറ്റിംഗ് എറർ, മൂന്നാമത്തത് എറർ ഓഫ് കമ്മീഷൻ. മൂന്ന് ടൈപ്പ് ക്ലറിക്കൽ എററുകളാണുള്ളത്. ഇത് സാധാരണ രീതിയിൽ എറേഴ്സ് 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എസ് വരെ ചോദിക്കാനുള്ള ചാൻസ് ഇതിലുണ്ട്. അപ്പോൾ എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറർ ഉണ്ട്. ഇനി ആദ്യം ഇതിൽ തന്നെ എറർ ഓഫ് ഒമിഷന് കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, നമ്മൾ മലയാളത്തിൽ പറയും ഛർദ്ദിക്കുക എന്നറിയും. അതായത് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താതിരിക്കുക, മറന്നു പോവുക, രേഖപ്പെടുത്താൻ മറന്നു പോവുക. അതാണ് സത്യത്തിൽ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ. അത് രണ്ടെണ്ണം ഉണ്ട്. ഒന്നെങ്കിൽ പാർഷ്യലായിട്ട് രേഖപ്പെടുത്താൻ മറക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ട്രാൻസാക്ഷന് രേഖപ്പെടുത്താതിരിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാതിരുന്നാൽ അത് എവിടെയും ഡിസ്ക്ലോസ് ചെയ്താൽ ട്രയൽ ബാലൻസിലൊന്നും പ്രശ്നം വരില്ല. എന്നാൽ പാർഷ്യലായിട്ട് ഒമിറ്റ് ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ബില്ല് കൗണ്ടറിൽ നിന്ന് ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ കൗണ്ടറിൽ നടന്ന സെയിൽസിൻ്റെ ബുക്കിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് ആ ട്രാൻസാക്ഷന് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ കൗണ്ടറത്തെയും നമ്മൾ യഥാർത്ഥ ബുക്കും തമ്മിൽ ഒരു മിസ്മാച്ച് സംഭവിക്കും. അപ്പോൾ അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. ഇതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ. ഓരോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടോ, ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ നോക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അടുത്ത പറയും, പിന്നെ അവിടെ നിൽക്കട്ടെ എറർ ഓഫ് ഒമിഷൻ എന്താണ്. പിന്നെ അടുത്ത എററാണ് കോമ്പൻസേറ്റിംഗ് എറർ, പിന്നെ എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ തന്നെ ഓളുണ്ട്, പാർഷ്യലുണ്ട്. ഇനി വേറൊരു എററാണ് ടെക്നിക്കൽ എറർ. ഞാൻ ഇതെന്താ പറയുന്നതെങ്കിൽ അടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എററും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് ടെക്നിക്കൽ എറർ എന്ന് പറയാം. ഡെബിറ്റ് ചെയ്യേണ്ട സാധനം ക്രെഡിറ്റ് ചെയ്ത് പോയി, ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് പോയി, സ്വാഭാവികമായിട്ടും നമ്മളെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ എററുകൾ പറഞ്ഞ പേരാണ് ടെക്നിക്കൽ എറർ. ഇനി നമ്മൾ ഓരോ എറേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകണേ. ആദ്യമായിട്ട് ക്ലറിക്കൽ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലറിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്ലറിക്കൽ എറർ refers to all the types of errors committed on account of clerical mistakes. ക്ലറിക്കൽ മിസ്റ്റേക്സ് കൊണ്ട് സംഭവിക്കുന്ന എല്ലാ ടൈപ്പ് എറേഴ്സിനും പറയുന്ന പേരാണെന്ത്? ക്ലറിക്കൽ എറർ. അതിൽ 4 ടൈപ്പ് എററുകളാണുള്ളത്. എറർ ഓഫ് ഒമിഷൻ ഉണ്ട്, എറർ ഓഫ് കമ്മീഷൻ ഉണ്ട്, കോമ്പൻസേറ്റിംഗ് എറർ ഉണ്ട്, ലാസ്റ്റ് വൺ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, ഈ 4നാണുള്ളത്. എറേഴ്സ് ഓഫ് ക്ലറിക്കൽ എറർ തന്നെ 4നുള്ളത്: എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ ആൻഡ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് എറർ ഓഫ് ഒമിഷൻ എന്താണ്. An error of omission is one of which arises when the transaction has been omitted to record in the books of accounts either wholly or partially. An error of omission may be an error of complete omission or a partial omission.
ആൻ എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ഡസ് നോട്ട് അഫക്ട് ദ ട്രയൽ ബാലൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യില്ല. പാർഷ്യൽ ഒമിഷന് ഓൾറെഡി ഡിസ്കസ് ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മളെ സെയിൽസ് കൗണ്ടറിൽ ഒരു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ അത് നമ്മളെ യഥാർത്ഥത്തിൽ ബുക്സ് കീപ്പ് ചെയ്യേണ്ട സെയിൽസിൻ്റെ കൂട്ടത്തിൽ അത് കൂട്ടിയില്ല. സ്വാഭാവികമായിട്ടും രണ്ട് ബുക്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം. അതാണ് പാർഷ്യൽ ഒമിഷൻ. ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട സ്ഥലത്ത് അത് എഴുതിയിട്ടില്ല. അങ്ങനത്തെ എററുകൾ പറഞ്ഞ പേരാണ് എറർ ഓഫ് ഒമിഷൻ. ഒഴിവാക്കി കളയുക. ഒമിറ്റ് പറഞ്ഞാൽ ഛർദ്ദിച്ച് കളയാൻ നമ്മൾ പറയും മലയാളത്തിൽ. അപ്പോൾ ഒമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റേഴ്സ് കുറച്ച് വെള്ളം കുടിക്കും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സെയിൽ അവിടെ നടന്നിട്ട് എന്നുള്ളത് അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, ഇവിടുത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ അയാളെ ഐഡിയപരമായിട്ടുള്ള അയാളെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത് കണ്ടെത്തൽ. അങ്ങനത്തത് ട്രയൽ ബാലൻസിലൊന്നും എഫക്റ്റ് ചെയ്യൂല. അപ്പോൾ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കംപ്ലീറ്റ് ഒമിഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് ട്രയൽ ബാലൻസിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. നേരെ മറിച്ച് പാർഷ്യൽ ഒമിഷൻ ആണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ട്രയൽ ബാലൻസ് മിസ്മാച്ച് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ഒമിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒഴിവാക്കി കളയുക, എഴുതാതിരിക്കുക. മനഃപൂർവ്വമല്ല. എറർ ഓഫ് ഒമിഷൻ. നെക്സ്റ്റ് വരുന്നത് എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഒഴിവാക്കി കളയാമെന്ന്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 1000 കൊടുത്തിട്ടുണ്ട്. റെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, റെൻറ്റ് പേ ചെയ്തു. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ റെൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 100 എഴുതും. ഒരു 1000 എഴുതുന്നിടത്ത് ഒരു 0ൻ്റെ മിസ്റ്റേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 900 റുപ്യേൻ്റെ ഡിഫറൻസ് കാണും. ഓക്കെ, ഇങ്ങനെ സംഭവിക്കുന്ന എററുകൾക്ക് പറഞ്ഞ പേരാണ് എറർ ഓഫ് കമ്മീഷൻ. അതായത് ഇത് എവിടെ പോയിന്നോ എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഇത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ചില സമയത്ത് അത് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ, നേരെ മറിച്ച് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പ്രശ്നമില്ലേ. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ എറേഴ്സ് കമ്മിറ്റഡ് ബൈ ദ പ്രോസസ് ഓഫ് പോസ്റ്റിംഗ്. പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എററാണെന്ത്. പക്ഷേ ഇത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റെൻറ്റ് പെയ്ഡിന് ഒരു ബില്ലുണ്ടാവും, അതിൽ 1000 റുപ്യ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഇവരെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അത് 100 ഉണ്ടാവുള്ളൂ. ആ സമയത്ത് അവർ കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് എറർ ഓഫ് കമ്മീഷൻ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 360 റുപ്യ പേ ചെയ്യേണ്ട കൊടുത്ത് 630 ആക്കി എഴുതും. ചെറിയ അക്ക അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഒരു എമൗണ്ട് ഡിഫറൻ്റ് ആയിട്ട് അവിടെ കിടക്കും. ഈ സംഭവമാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. മൂന്നാമതുണ്ട് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്ന എററാണ് കോമ്പൻസേറ്റിംഗ് എറർ. അതായത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു 1000 ഇതിനടുത്ത് 100 റുപ്യ എഴുതി, ആ സമയത്ത് ഒരു 900 റുപ്യ അഡീഷണൽ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട്, ഇത് ശരിക്കും ഒരു എററല്ല, അതൊരു സെൽഫ് ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. ചിലപ്പോൾ അക്കൗണ്ടന്റ്മാർ ടാലി ആക്കാൻ വേണ്ടി, നിങ്ങളെല്ലാവരും പണ്ടൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ടാലി ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു എറർ ഇട്ടുകാണ്ട് എന്തെങ്കിലും ഒരു സാധനം ആയിട്ടാണ് കയറ്റി കൊടുത്തുകാണ്ട് ഒരു എമൗണ്ട് ഉണ്ട് എഴുതിക്കാണ്ട് ടാലി ആക്കി വിടും. അതേപോലെ ചെയ്യുന്നൊരു പ്രോസസ്സാണ് കോമ്പൻസേറ്റിംഗ് എറർ. നേരത്തെ പറഞ്ഞിട്ടല്ലേ ഒരു 900 റുപ്യക്ക് എക്സ്ട്രാ ഒരവിടെ കിടക്കുന്നുണ്ടല്ലോ, ബാലൻസ് ഡിഫറൻറ്റ്. 1000 റുപ്യ റെൻറ്റ് പേ ചെയ്തു, 100 എഴുതിയിട്ടുള്ളൂ, ബാക്കി 900 എവിടെയെന്ന് കാണാനില്ല. അപ്പോൾ ആ സമയത്ത് ഒരു വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് എഴുതിയിട്ട് അതുകൊണ്ട് ടാലി ചെയ്യും. ഇതൊക്കെ ഓഡിറ്റേഴ്സിന് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതെങ്ങനെ കാണുന്നത്. അങ്ങനത്തെ എററിന് പറഞ്ഞ പേരാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഒരു എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു എറർ നടത്തുക, അതാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഇനി നാലാമത്തെ എറർ എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. സെയിം ഐറ്റം സെയിം ബുക്കിൽ രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സെയിം ഡേറ്റിൽ സെയിം സാധനം ട്വൈസ് 2 പ്രാവശ്യം എഴുതുന്നതിന് പറഞ്ഞ പേരാണ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ എറേഴ്സ് 4 വിധമാണ്: എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയുണ്ട്. പാർഷ്യൽ ഒമിഷൻ ആവാം, കംപ്ലീറ്റ് ഒമിഷൻ ആവാം. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ട് എഴുതണം, ഒരു സൈഡിൽ എഴുതി മറ്റേ സൈഡിൽ എഴുതാൻ മറന്നു, അത് പാർഷ്യൽ ഒമിഷനാണ്. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, നമ്മളത് വീങ്ങി, ആ സംഭവമാണെന്ത് എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ട് ഡാറ്റാസ് രേഖപ്പെടുത്തുക. നമ്മൾ 1000 ഇതിനടുത്ത് 100 രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി കോമ്പൻസേറ്റ് ചെയ്യുന്ന എറർ എന്താണെന്നുണ്ടെങ്കിൽ കമ്മീഷനിൽ വരുന്ന ആ ഒരു എക്സ്ട്രാ ബാലൻസ് എമൗണ്ട് വേറെ എവിടെയെങ്കിലും എഴുതിയിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന എററാണിത് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ. ഇനി ലാസ്റ്റ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഡേറ്റിൽ സെയിം സാധനം 2 രീതിയിൽ ട്വൈസ് ആയിട്ട് ചെയ്താൽ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ, ഇതാണ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 എറർ എന്ന് പറഞ്ഞു. ക്ലറിക്കൽ എററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അതർ സൈഡ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, നമ്മളെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ എന്തെങ്കിലും മാറ്റം വരും, ഡെബിറ്റ് ചെയ്യേണ്ട സാധനം ക്രെഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും അക്കൗണ്ടിങ് ആസ് പെർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അതിൽ വേറെ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്യണോടത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്യും. അതുപോലെ തിരിച്ചും സംഭവിക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എഴുതേണ്ട സ്ഥലത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് എഴുതും. ഇത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയാത്തതുകൊണ്ടുള്ള മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ വരുത്തുന്ന ഒരു എററാണ്. ഈ എററിനെ പറയുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൽ നോക്കാതെ നമ്മൾ ഡാറ്റാസ് പോസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഴുതുന്നിടത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ കൊണ്ടെഴുതി, റവന്യൂ എക്സ്പെൻഡിച്ചർ കൊണ്ടെഴുതുന്നിടത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഴുതി. ഇങ്ങനെ വരുന്നതാണെന്ത്? എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഈ എറർ ഓഫ് പ്രിൻസിപ്പിൾ വിൽ നോട്ട് അഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന് അത് അഫക്റ്റ് ചെയ്യില്ല. ഓൺലി ദ ഡീറ്റെയിൽ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ചെക്ക് വിൽ റിവീൽ ഓൾ ദി എറർ. ഇതുപോലത്തെ എറർ കാണണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് ഓഡിറ്റർക്ക് ഈ എറർ മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമ്മൾ നോക്കുന്നത്, നിങ്ങളുടെ സ്ലൈഡ് മാറ്റാൻ മറന്നു. ഇതാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഴുതുന്നിടത്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ എഴുതും, റവന്യൂ എഴുതുന്നിടത്ത് ക്യാപിറ്റൽ എഴുതും. ഇനി പ്രിവെൻഷൻ ഓഫ് എറർ. എറർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ശരിക്ക് പ്രിവെൻഷൻ ഓഫ് എറർ ഇറ്റ്സ് നോട്ട് ദ പ്രൈമറി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റർ മെയിൻ ഡ്യൂട്ടി ഒന്നല്ല. പക്ഷേ ഓഡിറ്റർ ചെയ്യുന്ന പണി എന്താണെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റിങ്ങിൽ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കി കൊടുക്കും, നിങ്ങളെ ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഇങ്ങനെ മിസ്റ്റേക്സ് വരുന്നത്. അത് അവിടുത്തെ ഇൻറ്റേർണൽ സ്റ്റാഫിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ദ ഓഡിറ്റർ ക്യാൻ റെക്കമെൻഡ് ദ മെത്തേഡ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്. ഓഡിറ്റർ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ചെയ്താലാണ് ഇൻറ്റേർണൽ കൺട്രോൾ ഒന്നുകൂടി മെച്ചപ്പെടുക, എന്തൊക്കെ രീതിയിലാണ് മെച്ചപ്പെടാൻ പറ്റുക. അതുപോലെ എംപ്ലോയീൻ്റെ ഇടയിൽ ഒരു ഫിയർ, തെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ കണ്ടുപിടിക്കുമല്ലോ എന്നുള്ള ഒരു പേടി ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഗ്രാജുവലി ഈ പറഞ്ഞിട്ടുള്ള എറേഴ്സ് നമ്മളെ കമ്പനിക്ക് ഭാവിയിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇത്രയാണ് നമ്മളെ എറേഴ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് പരിചയപ്പെടാം. താങ്ക് യു വെരി മച്ച്.